ടൈറ്റാനിയത്തിൽ ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി ലഭിച്ച കമ്പനി പിന്മാറിയതിനെ തുടർന്ന് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകിയത് വഴി 12 കോടിയോളം രൂപ ടൈറ്റാനിയത്തിന് നഷ്ടമുണ്ടായതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കരാർ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയും മുൻപ് ടെൻഡർ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുകയ്ക്കാണ് രണ്ടാമത്തെ കമ്പനിക്ക് ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നൽകിയതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൽമനൈറ്റ് ഇടപാടിൽ 2.21 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് C&AG കണ്ടെത്തിയിരുന്നത്. എന്നാൽ കൂടിയ വിലയ്ക്ക് ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്തത് മൂലം 12.4 കോടിയോളം രൂപ നഷ്ടം വന്നുവെന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും കമ്പനി പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നതെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് ചീഫ് മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യമില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യവിലോപത്തിന് 2 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെട്ട ടൈറ്റാനിയം അഴിമതി കേസിലും സമാനമായ റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയത്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ കുറ്റക്കാരല്ലെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. എന്നാൽ ആ റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് പ്രത്യേക കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ വെള്ളപൂശി വിജിലൻസ് സംഘം മറ്റൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സേഫ് സൈനുൽ അബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.